ഇന്നത്തെ സമകാലികം സെഷനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സമകാലികം സെഷനിൽ നമ്മോടൊപ്പം ചേരുന്നത് ആസിം അഷ്റഫാണ്. അദ്ദേഹം മക്കയിലാണ്. കിങ് അബ്ദുള്ള മെഡിക്കൽ സിറ്റി ഓങ്കോളജി നേഴ്സായിട്ടാണ് അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നത്. അദ്ദേഹമാണ് ഇന്ന് നമ്മോടൊപ്പം സമകാലികത്തിലൂടെ ചേരുന്നത്. സൂമിലൂടെയാണ് നമ്മളോട് ഇന്ന് ലൈവായിട്ട് നമ്മൾ ലൈവില് വരികയാണ്. നമുക്ക് അദ്ദേഹത്തിലേക്ക് പ്രവേശിക്കാം അല്ലേ? യെസ്. ആസിം, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? മാഷാ അല്ലാ. ഒന്ന് പരിചയപ്പെടുത്താണ്, നാട്ടിൽ എവിടെയാണ് എന്നുള്ളത് ഒന്ന് പരിചയപ്പെടുത്തിയാൽ നന്നാവും. ഞാൻ അസീം അഷ്റഫ്. അസീമാണല്ലേ പേര്? അസീം. ഓക്കെ, ആസിം നമ്മളെ ആസിമാണ്. യെസ്, ഓക്കെ. നാട്ടിൽ തൃശ്ശൂര് വെങ്കിടങ്ങ് ആണ് സ്ഥലം. പ്രോപ്പർ വെങ്കിടങ്ങിന് ഉള്ളിൽ കയറി തൊയക്കാവ് എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. ഒരു പുഴയുടെ തീരത്താണ്. മാഷാ അല്ലാ. ആസിം ഇപ്പോൾ സൗദിയിൽ എത്തിയിട്ട് എത്രയായി? സൗദി 10 വർഷം അൽഹംദുലില്ലാഹ് തികഞ്ഞു. ഓ മാഷാ അല്ലാ. ഇതേ നേഴ്സ്, ഓങ്കോളജി നേഴ്സ് തന്നെയാണോ പോയിട്ടുള്ളത്, അതോ വേറെ ഏതെങ്കിലും വകുപ്പിലായിരുന്നോ? ഇല്ല, ഈ നഴ്സിംഗ് ഓങ്കോളജിയിൽ തന്നെയാണ്. ഈ കേൾക്കുന്ന ആളുകൾക്ക്, ശ്രോതാക്കൾക്ക് എന്താണ് ഈ ഓങ്കോളജി എന്നുള്ളത് ചിലപ്പോൾ ചെറിയൊരു സംശയം ഉണ്ടാകും. ചെറിയൊരു 2 വാക്ക് പറയാൻ പറ്റുമോ ഓങ്കോളജി? ഒന്ന് അതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുന്നത്, നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു, അല്ലെങ്കിൽ ഓങ്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ശ്രോതാക്കൾക്കൊരു ആകാംക്ഷ ഉണ്ട്, എന്താ ഇപ്പോൾ സംഭവം എന്ന് അറിയില്ല. അതൊന്ന് ജസ്റ്റ് പറഞ്ഞാൽ നന്നാവും. ഓങ്കോളജി ക്യാൻസർ വിഭാഗമാണ്. ക്യാൻസർ മെയിനായിട്ട് 2 രൂപത്തിലാണ് വരിക. ഒന്ന് ഹെമറ്റോളജി വിഭാഗം, അതായത് ബ്ലഡ് ക്യാൻസർ വകുപ്പിലുള്ളത്. 2 സാധാരണ മറ്റുള്ള ട്യൂമേഴ്സ്, വായിൽ വരുന്ന ട്യൂമർ, സ്റ്റൊമക്കിൽ വരുന്ന ട്യൂമറുകൾ, അതേപോലെ മസിൽസ്, ബോൺസ്, പിന്നെ ബാക്കിയുള്ള എല്ലാ ഓർഗൻസിലും വരുന്ന ട്യൂമർ. അപ്പൊ സാധാരണ ഓങ്കോളജി എന്ന് പറഞ്ഞ ക്യാൻസർ വിഭാഗത്തിൽ മറ്റൊരു ടേമാണ് ഓങ്കോളജി എന്ന് ഉപയോഗിക്കുന്നത്. ഓക്കെ. അവിടുത്തെ ജോലി സാഹചര്യങ്ങൾ എവിടെയാണ് ശരിക്കും ജോലി? പിന്നെ സെന്ററിന്റെ പേരെന്തായിരുന്നു? ഞാൻ വർക്ക് ചെയ്യുന്നത് കിങ് അബ്ദുള്ള മെഡിക്കൽ സിറ്റി ഹോസ്പിറ്റലാണ്. മാഷാ അല്ലാ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സെന്റർ ഉണ്ടെന്ന് എനിക്കറിയില്ല. അതായത് സ്പെഷ്യാലിറ്റി കേസുകൾ മാത്രമേ എടുക്കുള്ളൂ, റെഫറൽ സെന്ററുകൾ മാത്രം. അതായത് വേറൊരു ഹോസ്പിറ്റലിൽ നിന്നും റെഫർ ചെയ്തിട്ടുള്ള കേസുകൾ മാത്രമേ ഇവിടെ എടുക്കുള്ളൂ. അതിനുവേണ്ടി മാത്രം ഒരു ഹോസ്പിറ്റൽ, അതിനുവേണ്ടി മാത്രം. ഈവൻ ആക്സിഡന്റ് ആയാൽ പോലും ഡയറക്റ്റ് ആയിട്ട് കയറാൻ പറ്റില്ല ഹോസ്പിറ്റലിൽ. അവിടെ കയറി കഴിഞ്ഞാൽ തന്നെ അവിടെ എമർജൻസി റൂമിൽ അപ്പൊ തന്നെ അത് ഇത് ചെയ്ത് ചെക്ക് ചെയ്തിട്ട് അത് ഈ ഹോസ്പിറ്റലിൽ കേസ് സ്യൂട്ടബിൾ ആയിട്ടുള്ള കേസ് അല്ലെങ്കിൽ അവർ അപ്പൊ തന്നെ ബാക്കിയുള്ള ഹോസ്പിറ്റലിലേക്ക് തിരിച്ചുവിടും. അങ്ങനത്തെ ഒരു ഹോസ്പിറ്റലാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ. വളരെ ഹൈ ആയിട്ടുള്ള കേസുകൾ മാത്രം, വളരെ ഹൈ ആയിട്ടുള്ള സർജറികൾ, പിന്നെ ഹാർട്ടുമായി ബന്ധപ്പെട്ടുള്ള സ്പെഷ്യാലിറ്റി സർജറികൾ, പിന്നെ ബ്രെയിനുമായി ബന്ധപ്പെട്ടുള്ള, എസ്പെഷ്യലി നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോ തുടങ്ങിയിട്ടുള്ളൂ പുതിയതായിട്ട് ആരംഭിച്ച് വരുന്ന ഇന്റർവെൻഷൻ റേഡിയോളജി. ഇവിടെ മാഷാ അല്ലാഹ് വളരെ സക്സസ്ഫുൾ ആയിട്ട് നടക്കുന്ന ഒരു കേസാണ്. അതായത് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാല് വയറിട്ട് ബ്രെയിനിലേക്ക് പോയി, ബ്രെയിനിൽ നിന്നും സ്ട്രോക്ക് ക്ലോട്ട് എടുത്ത് അപ്പൊ തന്നെ, അതായത് തളർന്നു വന്ന ആളെ നമ്മള് വയറിട്ട് സ്ട്രോക്ക് അവിടെ നിന്ന് എടുത്ത് ആ ഒരു 15 മിനിറ്റിനുള്ളിൽ എന്ത് ചെയ്യും, മാഷാ അല്ലാഹ് അദ്ദേഹത്തിന് നടക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അദ്ദേഹം തിരിച്ചു വരും. അപ്പൊ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഹോസ്പിറ്റലാണ്. പിന്നെ അഡ്വാൻസ്ഡ് സർജറികൾ വളരെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സർജറി, പിന്നെ ഓങ്കോളജി ക്യാൻസറുമായി ബന്ധപ്പെട്ടുള്ള അങ്ങനെയൊക്കെയുള്ള ഹയർ ലെവലിലുള്ള കേസുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന ഹോസ്പിറ്റലാണ്. ശരിക്ക് ഇന്റർനാഷണൽ തുടരാം. ഇന്റർനാഷണലി അക്രഡിറ്റഡ് ആണ്. അതായത് അമേരിക്കയിൽ നടക്കുന്ന സെയിം സിസ്റ്റം അതേപോലെ മാഷാ അല്ലാഹ് അവർ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നു.
JCI അക്രഡിറ്റേഷനുള്ള മാഗ്നറ്റ് അക്രഡിറ്റേഷന് വേണ്ടി ട്രൈ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണ്. ഇത്രയും വലിയൊരു ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് അവിടെ സെലക്ഷൻ കിട്ടിയത്? എങ്ങനെയായിരുന്നു അതിൻ്റെ പ്രൊസീജിയറൊക്കെ കാര്യങ്ങൾ, ഇൻ്റർവ്യൂ ഒക്കെ എവിടെ നിന്നായിരുന്നു, എങ്ങനെയാണ്? സെലക്ഷൻ പ്രൊസീജിയർ ഇവിടുന്ന് നമ്മളെ നാട്ടിലെ ഏജൻസികൾ വഴി ഇവരെ നേരിട്ട് വന്ന് ഇന്റർവ്യൂ എടുക്കുമായിരുന്നു. ബാംഗ്ലൂരായിരുന്നു ഇന്റർവ്യൂ. സാധാരണ ബാംഗ്ലൂർ, ചെന്നൈ, പിന്നെ കൊച്ചിൻ, ഡൽഹി, അങ്ങനെ 4 സ്ഥലത്ത് സാധാരണ ഇന്റർവ്യൂ ഉണ്ടാവാറുണ്ട്. ഇവരിനെ അനൗൺസ് ചെയ്യും. അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഇൻഷാ അള്ളാ കിട്ടും. ഇന്റർവ്യൂ സാധാരണ 2 പേര് തമ്മിലുള്ള ഇന്റർവ്യൂ ആയിരിക്കും സാധാരണ ഉണ്ടാവല്. സാധാരണ നമ്മളെ ഡിപ്പാർട്ട്മെന്റ് ഏതാണോ ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് അവർ ചോദിച്ചത്. നമ്മൾ ആ ഡിപ്പാർട്ട്മെന്റ് ഒന്നും കൂടി നാട്ടിലത്തെ ഒരു ഇതിനെക്കാട്ടി ഒന്നും കൂടി നമ്മളൊന്ന് ഹയർ ആയിട്ട് പഠിക്കണം എന്ന് മാത്രം. അതായത് ഇപ്പോ ഇവിടൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എമർജൻസി സിസ്റ്റം, അതായത് ACLS, BLS തുടങ്ങിയിട്ടുള്ള കോഴ്സുകളൊക്കെ അതൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് എടുത്ത് നമ്മളൊരു പ്രിപ്പയർ ആയിരിക്കണം. കാരണം നാട്ടിലത്തെ പോലത്തെ അല്ല ഇവിടുത്തെ സിസ്റ്റം. നാട്ടിലിപ്പോ നമ്മള് ഒരു ഹോസ്പിറ്റലിൽ കയറി കഴിഞ്ഞാല് പെട്ടെന്നൊരു എമർജൻസി ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ള BLS കോഴ്സ് ഒന്നും നാട്ടിൽ നിർബന്ധമല്ല. പക്ഷെ ഇവിടെ മാഷാല്ല സൗദി അറേബ്യയില് ഇപ്പൊ അമേരിക്കൻ സിസ്റ്റമാണ് ഇവർ മാഷാല്ല ഫോളോ ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട്. അപ്പൊ ഏത് ഹോസ്പിറ്റലിൽ ഇവിടെ ജോയിൻ ചെയ്യണമെങ്കിലും ആ എമർജൻസി കോഴ്സുകൾ കൃത്യമായിട്ട് 2 വർഷം കൂടുമ്പോൾ ചെയ്യൽ നിർബന്ധമാണ്. പെട്ടെന്ന് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ പെട്ടെന്നൊരു എമർജൻസി വന്നാൽ എന്ത് ചെയ്യും, അത് ഇവിടെ എല്ലാവർക്കും നിർബന്ധമാണ്. പക്ഷെ നാട്ടിലെ സിസ്റ്റം വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ചില വളരെ തുച്ഛമായ ഹോസ്പിറ്റലുകളുള്ളൂ. അതേസമയത്ത് നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള പല ഹോസ്പിറ്റലുകളിലും അതൊക്കെ നിർബന്ധമാക്കിക്കൊണ്ടിരിക്കുന്നു. കാരണം ആ സ്റ്റാൻഡേർഡൈസേഷൻ എന്നുള്ളതിൽ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ബേസിക് നോളജ് നിർബന്ധമായിട്ട് ഇന്റർവ്യൂല് നമുക്ക് ഉണ്ടാവണം. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിലും ഇന്റർനാഷണൽ എന്തൊക്കെയാണ് സ്റ്റാൻഡേർഡൈസ് ആയിട്ടുള്ള പ്രോട്ടോകോൾസ്, പ്രൊസീജിയേഴ്സ്, അതും നമ്മൾ നിർബന്ധമായിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാ അള്ളാ വളരെ ഈസി ആയിട്ട് തന്നെ ഇന്റർവ്യൂവിൽ കയറാൻ പറ്റും. പിന്നെ എക്സാം ഉണ്ട്. സൗദിയിൽ ആണെങ്കിലും GCC മറ്റുള്ള കൺട്രീസിലാണെങ്കിലും ഒക്കെയുള്ള എക്സാംസ്, ഇവിടുത്തെ പ്രോമെട്രിക് എക്സാംസ് നമ്മൾ പാസ്സാവണം. അത് പക്ഷെ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം പാസ്സായാൽ മതി. മലയാളികൾ ധാരാളം ഉണ്ടോ? ധാരാളം മലയാളികളുള്ളൊരു ഹോസ്പിറ്റലാണ്. പ്രത്യേകിച്ച് ആണുങ്ങള് മാഷാല്ലാ വളരെയധികം മെയിൽ സ്റ്റാഫുള്ള ആണുങ്ങള് മലയാളികളുള്ള ഹോസ്പിറ്റലാണ്. സ്പെഷ്യലി ഇപ്പൊ സൗദിയിലാണെങ്കിൽ തന്നെ ഇതേപോലൊരു മലയാളികൾ ഇത്രയധികം ഉള്ള ഒരു ഹോസ്പിറ്റൽ, ആണുങ്ങള് സ്പെഷ്യലി ഉള്ളത് ഇവിടെ മാത്രമാണ്. നിങ്ങളിപ്പോൾ സെന്ററിന്റെയും അതേപോലെ ഇന്റർവ്യൂ ഒക്കെ പറഞ്ഞു. പഠനം എവിടെയായിരുന്നു? അത് പഠനം പാലക്കാട് ഹോസ്പിറ്റൽ, അവിടെ ഇരുന്നു പഠിച്ചത്. ഇതിൻ്റെതായ തന്നെ വകുപ്പ് പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? അന്ന് ഈ ജോലി സാധ്യത ഒക്കെ ആരോ പറഞ്ഞിട്ടാണോ ഈ വിഷയത്തിലേക്ക് പോയത്? സ്വന്തം താല്പര്യം കൊണ്ടാണ്? എന്താണ് അതിന്റെ പിന്നിലുള്ള പ്രചോദനം? അത് ഉമ്മ ഉപ്പ അവരുടെ ഒരു സെലക്ഷൻ ആയിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് നഴ്സിംഗ് ജോലികൾ മാഷാഅല്ലാഹ് ഇപ്പോഴാണെങ്കിലും നഴ്സിംഗ് കയറി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ജോലി കിട്ടുന്ന ഒരു ജോബാണ് ഈ ഒരു മേഖലയാണ് ഈ നഴ്സിംഗ് മേഖല. അത് ഒരുപാട് മേഖലയുണ്ട്. നഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജസ്റ്റ് ഒരു ബെഡ് സൈഡ് എന്നുള്ളതിലുപരി ഇപ്പൊ ഒരുപാട് ഓപ്ഷൻസ് മാഷാഅല്ലാഹ് നമുക്കുണ്ട്. പക്ഷെ നാട്ടിലൊന്നും നമ്മള് അത്ര സാധാരണക്കാരെ അവയറല്ല വിഷയത്തിൽ. ഉദാഹരണത്തിന് ഇപ്പോ ഈ മേഖലയിൽ നിന്നുകൊണ്ട് നമുക്ക് ഇൻഫെക്ഷൻ കൺട്രോൾ ഏരിയകളിലേക്ക് കടക്കാൻ പറ്റും. അതേപോലെ തന്നെ ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോ ഹോസ്പിറ്റലിന്റെ മെയിൻ ക്വാളിറ്റി ഹെഡ് ഒരു ഡോക്ടറല്ല ആവുക. സാധാരണ ഒരു നഴ്സിംഗ് മേഖലയിൽ നിന്നുള്ള ആളുകളാണ് അങ്ങനത്തെ മേഖലകളിലേക്ക് കടന്നു വരിക. കൂടാതെ റിസർച്ച് മേഖലകൾ, ഇപ്പൊ ഞാൻ തന്നെ ഇവിടെ അൽഹംദുലില്ലാ കുറച്ചു കാലം ഒരു റിസർച്ച് അസിസ്റ്റന്റ് ആയിട്ട് ഡോക്ടറുടെ കൂടെ വോളണ്ടിയർ ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. പിന്നെ ഇവിടെ ഇപ്പോ ഇവിടുത്തെ പ്രത്യേകത എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഇവിടെ നേഴ്സ് എഡ്യൂക്കേറ്റർ ഉണ്ടാവും. നമ്മുടെ നാട്ടിലുണ്ടാവും എനിക്കറിയില്ല. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരു എഡ്യൂക്കേറ്റർ ഉണ്ടാവും. ക്ലിനിക്കൽ എഡ്യൂക്കേറ്റർ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതൊരു ഓപ്ഷനാണ്. പിന്നെ ഇതേപോലെ തന്നെ റിസർച്ച് മേഖലകളിൽ ഒരുപാട് ഓപ്ഷൻസ് റിസർച്ച് മേഖല. അപ്പൊ ഇതിന്റെയൊക്കെ ചെറിയ ചെറിയ കോഴ്സുകളുണ്ട് നമ്മൾ പഠിക്കണം. നാട്ടിൽ നിന്ന് നഴ്സിംഗ് കഴിഞ്ഞാൽ തന്നെ അപ്പൊ തന്നെ നമുക്ക് ഇങ്ങനത്തെ കോഴ്സുകൾ എടുത്ത്
പഠിക്കാൻ പറ്റും. ഇങ്ങനത്തെ റിസർച്ച് കോഴ്സുകളൊക്കെ എടുത്ത് ഒരു ചെറിയ ഡിപ്ലോമ, ഒരു 1 ഇയർ കോഴ്സ്, ക്വാളിറ്റീൻ്റെ ഒക്കെ 1 ഇയർ കോഴ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല ഓപ്ഷൻസ് ആണ് മാഷാ അല്ലാ ഉള്ളത്. അവിടുത്തെ ജോലീൻ്റെ രീതി എങ്ങനെയാണ്? അവിടുത്തെ ഷിഫ്റ്റും കാര്യങ്ങളും എങ്ങനെയാണ്? അവിടുത്തെ ജോലി സാഹചര്യങ്ങൾ? ഷിഫ്റ്റ് മാഷാ അല്ലാ 12 മണിക്കൂറാണ് ജോലി. പക്ഷെ 16 ദിവസം ജോലിയുള്ളൂ. അതായത് ഒരു 3 ദിവസം കഴിഞ്ഞാൽ 2 ദിവസം നമുക്ക് ഓഫ് എടുക്കാം, ചിലപ്പോൾ 3 ദിവസം ഓഫ് എടുക്കാം. നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള ഒരു ഫ്രീ ടൈം മാഷാ അല്ലാ അതിൽ കിട്ടും. അത് ഡേ നൈറ്റ് എന്നുള്ള നിലക്ക് ഇതാവോ? ഡേ നൈറ്റ് ആണ്, മാറി മാറി വരും ഡേ നൈറ്റ് എന്നുള്ളതിൽ. പക്ഷെ മൊത്തം 16 ദിവസമാണ് ഒരു മാസത്തിൽ ഷിഫ്റ്റ് വരിക. ചിലപ്പോ 17 എന്നുള്ളതിലേക്ക് പോകും. പക്ഷെ അതൊരു എന്താ പറയാ, നമുക്ക് ഫ്രീ ടൈം ഒരുപാട് അൽഹംദുലില്ലാ കിട്ടും. ഇപ്പോ ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാനും, അതേപോലെ ഇപ്പോ ഇവിടെ നിൽക്കുമ്പോൾ മക്കത്ത് നിൽക്കുമ്പോൾ നമുക്ക് മദീനയിൽ പോകണം, മറ്റുള്ളവർക്ക് യാത്രകൾ ചെയ്യണം, അങ്ങനെയൊക്കെ മാഷാ അല്ലാ. ഈ ഒരു ടൈം സുഖമായിട്ട് ഉപയോഗിക്കാം. നമ്മളെ പിന്നെ നിങ്ങളിപ്പോൾ ഒരു 10 വർഷം പിന്നെ ആസിം അവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ ഓൾറെഡി പാലക്കാട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പഠിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ സൗദിയിലെയും അതുപോലെ നമ്മുടെ കേരളത്തിലെയും ആ ഒരു ചികിത്സാ രീതികളുടെ അതിൻ്റെ ഒരു സാമ്യതയും അല്ലെങ്കിൽ അതിൻ്റെ വ്യത്യാസം എന്ന് പറയാൻ പറ്റുമോ? നാട്ടിൽ മാഷാ അല്ലാ വളരെ സ്കിൽഡായിട്ടുള്ള ഡോക്ടേഴ്സ് ആണ് ഉള്ളത്. ആ ഒരു ഡോക്ടറുടെ ഒരു പവറിലാണ് ഈ ഡിപ്പാർട്ട്മെന്റുകൾ ഓടുന്നത്. നമ്മളിപ്പോ ഒരു ഡോക്ടറെ പോയി കാണാന്ന് പറഞ്ഞാൽ നാട്ടില് ഒരു ഇന്ന ഡോക്ടറെ സ്പെസിഫൈ ചെയ്തിട്ടാണ് നമ്മൾ പോവുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഒരു സിസ്റ്റം ആണ്. ഇപ്പോൾ നമ്മൾ ഏതൊരു ഹോസ്പിറ്റലിൽ പോയാലും ആ ഒരു സിസ്റ്റം ആണ്. ഇന്ന ഡോക്ടർ എന്നുള്ളതല്ല ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. അതായത് നേരെ അമേരിക്കയിൽ നടക്കുന്ന അതേ സിസ്റ്റത്തിനെ അവർ അതേ പ്രോട്ടോകോൾസ് അതേ രീതിയിൽ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടിരിക്കുന്നത്. എല്ലാ സ്റ്റാഫും ഒരേപോലെയാണ്. വളരെ സ്കിൽഡ് ആയിട്ടുള്ള സ്റ്റാഫാണ്. ഇപ്പൊ ഏതൊരു സ്റ്റാഫ്, ഒന്നും അറിയാത്തൊരു സ്റ്റാഫ് വന്ന്, അതൊരു ഡോക്ടർ ആണെങ്കിലും ഒരു സ്റ്റാഫ് നഴ്സിംഗ് ആണെങ്കിലും വന്നു കഴിഞ്ഞാൽ അവര് ക്ലിനിക്കൽ എഡ്യൂക്കേറ്റർ വെച്ച് അവരെ ഡെവലപ്പ് ചെയ്ത് നല്ല ഹയർ കോമ്പിറ്റന്റ് ആയിട്ടുള്ള സ്റ്റാഫിലേക്ക് മാറ്റും. രണ്ടാമത്തെ കാര്യം, ഇവര് കൊണ്ടു നടക്കുന്ന പ്രോട്ടോകോൾസ് അതാണ്. ഇപ്പൊ നാട്ടിൽ നമുക്കൊരു ഡോക്ടർ എന്താണോ അദ്ദേഹത്തിന്റെ ഒരു വ്യൂവിലൂടെ ആയിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുക. പക്ഷെ ഇവിടെ പോകുന്നത് ഏത് ആളാണെങ്കിലും ഒരു പർട്ടിക്കുലർ ബേസിക് സ്റ്റാൻഡേർഡ് ഉണ്ടാവും. ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടാണ് എല്ലാവരും പോവുക. അതില് ഹയർ ആയിട്ടുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾസ് ഒരുമിച്ച് വരും, ക്വാളിറ്റി കൺട്രോൾ ഒരുമിച്ച് വരും. അതേപോലെ പിന്നെ മാഷാ അല്ലാ സ്റ്റാഫിന്റെ സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, സ്റ്റാഫ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടാണ് ഇവർ കാണുന്നത്. അപ്പോ നമ്മൾക്ക് സാറ്റിസ്ഫൈ അല്ലാതെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് റിപ്പോർട്ട് ചെയ്യാനും അതിനെ ആക്ഷൻ എടുക്കാനൊക്കെ ഉള്ള ഒരു സെക്യൂരിറ്റി ഇവിടെ ഉണ്ട്. നാട്ടിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതില്ല. രണ്ടാമത്തത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളതാണ്. അതായത് എന്തൊരു പ്രശ്നം വന്നാലും പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെട്ടെന്ന് അത് റിപ്പോർട്ട് ചെയ്യാനും അതിനെതിരെ പെട്ടെന്ന് ആക്ഷൻ എടുക്കാനും അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന ഒരു പ്രോസസ്സ്, ആരെയും ഹർട്ട് ചെയ്യാതെ എടുക്കുന്ന ഒരു പ്രോസസ്സ്. ഇതാണ് അതിലേറ്റവും എനിക്ക് പറയാനുള്ളത്. മൂന്നാമത് ഈ എമർജൻസി സിസ്റ്റം എന്നുള്ളതാണ്. അതായത് ഒരു പേഷ്യന്റ് പെട്ടെന്ന് എമർജൻസി വന്നു കഴിഞ്ഞാൽ ഇവിടെ അവർ ഫോളോ ചെയ്യുന്ന ഒരു രീതി, ACLS BLS ഒക്കെ എല്ലാവർക്കും നിർബന്ധമാണ്. പെട്ടെന്നൊരു വാടി വെച്ചിട്ട് ഒരു പേഷ്യന്റ് എമർജൻസി അടിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ സാധാരണ ചെയ്യുക ആ രോഗിനെ കൊണ്ട് ICUലേക്ക് ഓടുകയാണ് ചെയ്യുക. പക്ഷെ ആ ICUലേക്ക് ഓടുന്ന സമയത്ത് തന്നെ ഒരു പക്ഷേ പേഷ്യന്റ് മരിക്കും. കാരണം സാധാരണ ഹാർട്ട് നിന്ന് കഴിഞ്ഞാൽ 3 മിനിറ്റ് ഒക്കെയാണ് അതിന്റെ ഒരു വിൻഡോ പീരീഡ്. ഈ 3 മിനിറ്റിനുള്ളിൽ നമ്മൾ ICUലേക്ക് എത്തില്ല, അതിന് മുന്നേ രോഗി ഒരു പക്ഷേ മരിച്ചത്. പക്ഷെ ഇവിടെ ആകുമ്പോ ഓരോ വാർഡിലും അത് വെൽ എക്യുപ്ഡ്. അതായത് വാർഡിൽ തന്നെ വെച്ചിട്ട് കോഡ് ബ്ലൂ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ എമർജൻസി ആയിട്ട് എല്ലാ ഡോക്ടേഴ്സും അതിനുള്ള എല്ലാ ഈവൻ അനസ്തേഷ്യ ഡോക്ടർ, ICU ഡോക്ടർ ഒക്കെ വന്ന് അത് വാർഡിൽ തന്നെ ഇട്ട് മാനേജ് ചെയ്ത് വാർഡിൽ തന്നെ ഡീഫിബ്രിലേറ്ററും എല്ലാ സിസ്റ്റവും വാർഡിൽ തന്നെ അവൈലബിൾ ആണ്. എല്ലാ എമർജൻസി മെഡിക്കേഷനും വാർഡിൽ തന്നെ അവൈലബിൾ ആണ്. അവിടുന്ന് മാനേജ് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷമാണ് പിന്നെ നമുക്ക് ICUലേക്ക് കൊണ്ടുപോകണ്ടുള്ളൂ. ഈവൻ വാർഡിൽ തന്നെ ഇട്ട് കുറച്ച് നേരം എക്സ്റ്റെൻഡ് ചെയ്ത് 2 മണിക്കൂർ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിലും ആ പേഷ്യന്റ് ഒരു ICU സെറ്റപ്പിലേക്ക് വാർഡിനെ ആ ഒരു റൂമിനെ നമ്മൾ മാറ്റും. അതൊക്കെ നാട്ടിൽ നമ്മൾ ഇൻഷാ അല്ലാ ഒരു സിസ്റ്റം ആക്കി കൊണ്ടുവരേണ്ട ഒരു വിഷയങ്ങളാണ്. ഇതാണ് ഏറ്റവും വലിയൊരു ഡിഫറൻസ് ഉള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ലോകത്തെ എവിടെ പോയാലും ഒരു JCI അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ ലോകത്തെ എവിടെ പോയാലും ഒരേ സിസ്റ്റം ആയിരിക്കും. ഇപ്പൊ ഇവിടെ കിട്ടുന്ന അതേ ട്രീറ്റ്മെന്റ്
ലോകത്ത് ഇപ്പോൾ IJC അക്രഡിറ്റഡ് അമേരിക്ക പോയാലും ഓസ്ട്രേലിയ പോയാലും ഒക്കെ ഒരേ പ്രോട്ടോകോൾ, ഒരേ സിസ്റ്റം. നമ്മുടെ നാട്ടിലാണെങ്കിലും എനിക്കോട് JC അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ ഒന്ന് രണ്ട് ഉള്ളൂ. പിന്നെ കേരളത്തിൽ അങ്ങനെ വളരെ തുച്ഛമായിട്ടാണ് ഒരു ചെറിയ ഹോസ്പിറ്റലുകളിൽ ഒന്ന് രണ്ടെണ്ണത്തിലുള്ളൂ. വലിയ ഹോസ്പിറ്റലുകളൊന്നും അങ്ങനെ ഒരു സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ NABHന്റെ അക്രഡിറ്റേഷൻ ആണ് നാട്ടിൽ അവര് ചെയ്യുന്നത്. മാഷാ അല്ലാഹ് അതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് പുതിയൊരു സാഹചര്യത്തിൽ. മക്കയിൽ തന്നെയാണോ അപ്പോൾ ഈ ഹോസ്പിറ്റൽ ഉള്ളത്? അതെ, മക്കയുടെ മാഷാ അല്ലാഹ് നമ്മളെ ഹാജിമാരൊക്കെ താമസിക്കുന്ന കിങ് അസീസിയ അസീസിയ ഏരിയയിലാണ് അറിയാം. ഹോസ്പിറ്റലുള്ളത്. മാഷാ അല്ലാഹ് ഇത് ഇവരുടെ ഒരു ഫ്യൂച്ചർ, അതായത് നമ്മള് ഹജ്ജിന്റെ സമയത്ത് ഒരു റിസർവ് ആയിട്ടും ഈ ഹോസ്പിറ്റല് യൂസ് ചെയ്യും. സേവനമായിട്ട്. മാഷാ അല്ലാ. ഹജ്ജിന്റെ സമയത്ത് ഒരു എമർജൻസി റിസർവ് ആയിട്ട്, അതായത് ആ ഹജ്ജിന്റെ സമയമാകുമ്പോൾ എല്ലാ പേഷ്യൻസിനെയും ഇവര് കൺട്രോൾ ചെയ്തിട്ട് പിന്നെ പുറത്തുനിന്ന് ഉള്ള കേസുകൾ എടുക്കാനായിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ആയിട്ട്, എന്തെങ്കിലും പെട്ടെന്ന് ഒരു എമർജൻസി ഹജ്ജിന്റെ ഇടയിൽ വന്നു കഴിഞ്ഞാല് അപ്പൊ തന്നെ ഫുൾ കേസ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഈ ഹോസ്പിറ്റലിൽ മാറ്റും. അവിടെ ഇപ്പോൾ ശരിക്ക് നിങ്ങൾ വളരെ നേരത്തെ ഇതിനു വേണ്ടി റെഡി ആയിട്ടുണ്ടാവും അല്ലേ? ഇപ്പൊ സമയത്തറിയാം അവിടെ? ഇവിടെ സമയം വളരെ നേരത്തെ 4:30 ഞാൻ സ്റ്റാർട്ട് ചെയ്ത്. മാഷാ അല്ലാ. അങ്ങനെ ഓക്കെ ഓക്കെ. ഏതായാലും 2.5 മണിക്കൂറിന്റെ ഡിഫറൻസ് ഉണ്ട്. അതെ അതെ. ഇപ്പോ ഹോസ്പിറ്റലിൽ അവിടെയാണോ? എവിടെയാ? റൂമിനകത്താണോ ഇപ്പോൾ ഉള്ളത്? റൂമിലാണ്. റൂമിലാണല്ലേ? മാഷാ അല്ലാ. അവിടെ നിങ്ങളെ പിന്നെ ഈ കരിയർ ലൈഫിൽ പ്രൊഫഷണൽ ഈ ജോബിൻ്റെ ഒക്കെ ഫീൽഡിൽ നിങ്ങളെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ 10 വർഷമായാലും അവിടെ സർവീസിൽ. അതെ, അതാണ് നമുക്ക് ഒരു വിഷയം നേഴ്സിംഗ്. ഇതിനോട് നമുക്ക് നമ്മളെ ലൈഫിൽ നേഴ്സിംഗ് ജസ്റ്റ് ഒരു നേഴ്സിംഗ് എന്നുള്ളതിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി മിസ്സാവും. നമ്മളതിലുപരി നമ്മളെ കരിയറിനെ ഡെവലപ്പ് ചെയ്യണം. ഞാനതിൽ കുറെ ട്രൈ ചെയ്തൊരു വിഷയമാണ് നമ്മുടെ ഹോസ്പിറ്റൽ മാഗ്നറ്റ് അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാഫിന്റെ സാറ്റിസ്ഫാക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ അക്രഡിറ്റേഷൻ. ചെറിയൊരു ഈ മാഗ്നറ്റ് എന്നുള്ള സംഗതി എന്താന്നുള്ളത് അറിയാത്തവർക്ക് ചെറിയൊരു ഒറ്റ വാചകത്തിൽ പറയാൻ പറ്റുമോ? അതായത് അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ് മാഗ്നറ്റ്. അതായത് നമ്മുടെ നാട്ടിൽ NABH ഉണ്ട്. അതിന് മുകളിൽ വരുന്നതാണ് JCI അക്രഡിറ്റേഷൻ. ഈ ഹോസ്പിറ്റലിന്റെ നിലവാരം നോക്കിയിട്ട് അംഗീകാരം കൊടുക്കാന്നുള്ള. പക്ഷെ മാഗ്നറ്റ് എന്ന് പറഞ്ഞാല് ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്, നമ്മുടെ വർക്ക് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള ഒരു അവിടുത്തെ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളെല്ലാം സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അതെല്ലാ രീതിയിലും അവര് അതിന്റെ ഇതുകൾ ചെയ്യും. എന്താ പറയാ, അവരുടെ വർക്ക്, അവരുടെ പേഴ്സണൽ ലൈഫ്, അവർക്ക് അവിടെ കിട്ടുന്ന സേവനങ്ങൾ തുടങ്ങിയിട്ട് എല്ലാത്തിലും അവർ സാറ്റിസ്ഫൈഡ് ആവും. അപ്പൊ അതിനു വേണ്ടി അവർ കുറെ പ്രോട്ടോകോൾസ് വെച്ചിട്ടുണ്ട്. ആ പ്രോട്ടോകോൾസ് നമ്മൾ ഹോസ്പിറ്റലിൽ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അക്രഡിറ്റേഷൻ തരും. സൗദിയിലെ ഒരു ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ മാഗ്നറ്റ് അക്രഡിറ്റേഷൻ ഉള്ളത്, റിയാദിലെ കിങ് ഫൈസൽ ഹോസ്പിറ്റലിൽ. ഇപ്പൊ നമ്മളെ ഹോസ്പിറ്റലും അതിനു വേണ്ടിയുള്ള ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പൊ ആ സമയത്ത് ഞാൻ അതിനു വേണ്ടി UBC യൂണിറ്റ് ബേസ് കൗൺസിലർ ആയിട്ടൊരു 3-4 വർഷം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓരോ യൂണിറ്റിലും ഒരു കൗൺസിൽ, ഒരു കമ്മിറ്റി സ്റ്റാർട്ട് ചെയ്യും. ആ കമ്മിറ്റിയുടെ പ്രത്യേകത യൂണിറ്റിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച്, നമുക്ക് ഹേർട്ട് ചെയ്യുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ട് അതിനുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്നുള്ള കമ്മിറ്റി വർക്ക് ചെയ്ത് അത് സബ്മിറ്റ് ചെയ്ത് അതിന് വേണ്ടി വർക്ക് ചെയ്ത് ആ പ്രശ്നം സോൾവ് ചെയ്യുക. അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണ്. പിന്നെ രണ്ടാമത് അൽഹംദുലില്ലാഹ് 2 പ്രാവശ്യം ബെസ്റ്റ് സ്റ്റാഫായിട്ട് ഇവിടുന്ന് സെലക്ട് ചെയ്തു. 2 പ്രാവശ്യം സെലക്ട് ചെയ്തു ബെസ്റ്റ് സ്റ്റാഫായിട്ട്. അതാണ് വലിയൊരു അച്ചീവ്മെന്റ്. ഇപ്പോ റിസർച്ചിന്റെ ലീഡറായിട്ട്, ഡിപ്പാർട്ട്മെന്റ് ലീഡറായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ചു കാലം ഡോക്ടേഴ്സ് റിസർച്ച് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഇവിടെയൊക്കെ റിസർച്ച് ഒക്കെ ചെയ്യാൻ വളരെ ഈസിയാണ്. അതായത് നമുക്ക് എന്തെങ്കിലും ഐഡിയകൾ ഉണ്ടെങ്കിൽ നമുക്കത് ഇവിടുത്തെ ഞങ്ങളെ ഹോസ്പിറ്റലിൽ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ റിവ്യൂ ബോർഡ് ഉണ്ട്. അപ്പൊ അവർക്ക് നമുക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ അതിന്റെ ഫുൾ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്ത്, അതിനായിട്ട് സ്റ്റാഫ് ഉണ്ട്, നഴ്സിംഗിന്റെ ഭാഗത്ത് സ്റ്റാഫ് ഉണ്ട്, ഡോക്ടേഴ്സിന്റെ ഭാഗത്ത് സ്റ്റാഫ് ഉണ്ട്, ഒരു കമ്മിറ്റി ഉണ്ട് ഹോസ്പിറ്റലിൽ തന്നെ കമ്മിറ്റി. അപ്പോൾ ഒരു റിസർച്ച് സെന്റർ ആണ് ഹോസ്പിറ്റലിൽ. ഒരുപാട് റിസർച്ചുകൾ നടക്കുന്ന, ഒരു ചില ഡോക്ടർമാർ 8-10 റിസർച്ച് ഒക്കെ നടക്കുന്ന എനിക്കറിയാം. അത്രയും റിസർച്ചുകൾ നടക്കുന്ന ഹോസ്പിറ്റലാണ്. ഒക്കെ ഇന്റർനാഷണലി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റിസർച്ചുകൾ നടക്കുന്ന ഹോസ്പിറ്റലാണ്. അപ്പോൾ അതിലൊക്കെ ഭാഗവാക്കാവാൻ അൽഹംദുലില്ലാഹ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് വലിയ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ്. മാഷാ അല്ലാ. ഏതായാലും
മെഡിക്കൽ ഫീൽഡിലെ അവരുടെ ഓങ്കോളജി വകുപ്പുമായി ബന്ധപ്പെട്ട റിസർച്ചും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇതുവരെ പങ്കുവച്ചത്. നമ്മൾ ലാസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകണമെന്ന് തോന്നുന്നു ഇൻഷാ അല്ലാ. നിങ്ങൾ മക്കയിൽ നിൽക്കുക എന്നുള്ളത് മക്ക നമ്മളൊക്കെ പല വിശ്വാസികളുടെ സ്വപ്നമാണ്. അവിടെ വരിക, ഹജ്ജ് ഉംറയൊക്കെ നിർവഹിക്കാനുള്ള അത്തരം വിഷയങ്ങളിൽ നിങ്ങളുടെ ഈ ഒരു ജോലി അവിടെ ആയതുകൊണ്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഒരു സൗകര്യങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ? മാഷാ അല്ലാ, അള്ളാഹുവിന്റെ വളരെ അനുഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് എത്താൻ പറ്റിയത്. എല്ലാവർക്കും അറിയാം, നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ ആളുകൾ വളരെ അത്ഭുതത്തോടു കൂടി നമ്മളെ വീക്ഷിക്കുന്ന ഒരു വിഷയമാണ്. വളരെ സുഖമാണ്. അതായത് മുസ്ലിങ്ങൾ മാത്രമുള്ള ഏരിയ. നമ്മൾ പല മാസങ്ങളോളം നമ്മൾ ചിലപ്പോൾ മറ്റുള്ള ആളുകൾ കാണാറില്ല. ഹറമാണ് തൊട്ടടുത്ത്, ഹറമിന്റെ ഉള്ളിലാണ് താമസം. നമ്മൾ നിൽക്കുന്ന സ്ഥലത്താണെങ്കിൽ കൂടി 1,00,000 പ്രതിഫലം കിട്ടുന്ന ഒരു നമസ്കാരത്തിന് കിട്ടുന്ന പ്രത്യേകതയുള്ള സ്ഥലം. അതേസമയത്ത് ഇവിടെ താമസിക്കുമ്പോഴുള്ള പ്രത്യേകതകൾ നമ്മൾ ഇവിടുത്തെ ഹറമിന്റെ എല്ലാ നിയമങ്ങളും പാലിച്ച് ഒരു തെറ്റ് പോലും മനസ്സിലാലോചിക്കാതെ വേണം ഇവിടെ ജീവിക്കാൻ. ഹാജിമാരുമായുള്ള എപ്പോഴും ബന്ധം, സേവനം, പിന്നെ ബാക്കിയുള്ള ഫ്രീ ടൈമുകളിലുള്ള അവരുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലുകൾ, പിന്നെ നാട്ടിൽ നിന്നും ഹാജിമാരും ഉമ്രക്കാരൊക്കെ വരുമ്പോൾ ഹറമിൽ അവരെ കാണാൻ പോകുന്നത്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉമ്ര ചെയ്യാം, ഹജ്ജ് ചെയ്യാം. പിന്നെ ഹജ്ജിന്റെ സമയത്ത് പ്രത്യേകിച്ച് വേറൊരു 25 ലക്ഷം 30 ലക്ഷം ആളുകൾ വന്ന് അവിടെ താമസിച്ച് ആ അജിങ്കയിൽ തന്നെയാണ് നമ്മൾ താമസം. അപ്പോ നമസ്കാരമൊക്കെ ആയിക്കഴിഞ്ഞാൽ പള്ളികളെല്ലാം ഫുള്ളായിരിക്കും. അങ്ങനെ പിന്നെ റമദാൻ ആയിക്കഴിഞ്ഞാൽ വേറൊരു സ്റ്റൈലാണ്. അതായത് പിന്നെ എല്ലാവരും ഹറമിലേക്ക്, പള്ളിയിലേക്ക് പോകുന്ന ഒരു സിസ്റ്റം. വൈകുന്നേരം ആയിക്കഴിഞ്ഞാലൊക്കെ ഹറമിൽ എല്ലാവരും രാത്രി തിരിച്ചു വരും, നേരം വൈകി തിരിച്ചു വന്ന്. അപ്പോൾ എല്ലാവരും മൊത്തം നമ്മുടെ ലൈഫ് മൊത്തം മാറും ആ ഒരു സമയമാകുമ്പോൾ. ഒരു എന്താ പറയാ, മറ്റൊരു രീതിയിലുള്ള ആളുകൾ, എല്ലാ ആളുകളും നമ്മൾ എന്താ പറയാ, ആളുകളോടുള്ള പെരുമാറ്റങ്ങൾ ഒക്കെ വ്യത്യസ്തമാണ്. പുറത്തിറങ്ങിയ രീതി പോലെയല്ല ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാല്. പിന്നെ നമുക്ക് മാനസികമായിട്ടും ഉണ്ടാവുന്ന ഒരു സന്തോഷവും ഒരു ആഹ്ലാദവും വേറെ തന്നെയാണ്. നിലനിർത്തി. അല്ല, ജോലിയോടൊപ്പം അത് ശരിക്കും എന്താ വെച്ചാൽ നമ്മുടെ ഒരു സേവനമായിട്ട് ഉപയോഗപ്പെടുത്താനും ആത്മീയമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും മാഷാ അല്ലാ അത് അനുഭവിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അള്ളാഹു നിലനിർത്തട്ടെ. നമ്മളെ സമകാലികത്തിന്റെ ഈ ഒരു സമയം നമ്മൾ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാ നമ്മൾ ഇനിയും കണ്ടുമുട്ടാം, നമ്മൾ നേരിട്ട് കാണാൻ ഇൻഷാ അല്ലാ ചെയ്യട്ടെ ഇൻഷാ അല്ലാ. ഏതായാലും 10 വർഷക്കാലമായി അസീം അഷ്റഫ് അദ്ദേഹം മക്കയിലെ കിങ് അബ്ദുള്ള മെഡിക്കൽ സിറ്റിയിലെ ഓങ്കോളജി നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. അവിടെയുള്ള റിസർച്ച് വിഷയത്തിലും അതേപോലെ മറ്റു പല വിഷയങ്ങളിലും സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന അസീം അഷ്റഫ് ആയിരുന്നു നമ്മോടൊപ്പം സമകാലികത്തിൽ അതിഥിയായിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇൻഷാ അല്ലാ നമ്മൾ ഒരുപാട് നേരം ഹോസ്പിറ്റല്, അതേപോലെ അവിടെയുള്ള റിസർച്ച് വകുപ്പ്, മറ്റു വിഷയങ്ങൾ, JCI, അതേപോലെ അക്രഡിറ്റേഷൻ, മാഗ്നറ്റ്, കുറേ സംഗതികൾ കേട്ടു.